നമ്മളെ കൊച്ചിന് പറ്റാണ്ട് പറ്റി, നാളെ ഇത് വേറൊരു കുട്ടിക്കും പറ്റാം, വലിയൊരാൾക്കും പറ്റാം. കാരണം അത്രയും കെയർലെസ് ആയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. ആ കാര്യം ചെയ്തത് മാത്രമല്ല, ഇത്രയും ഇങ്ങനൊരു സിറ്റുവേഷനിലെത്തി കൊച്ച് ഇവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഇവരത് വലിയൊരു കെയർലെസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് കണ്ടിട്ടല്ല മറുപടി കൊടുത്തേക്കണത്. അവർ അന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് ആക്കി ഇവിടുന്ന് ആംബുലൻസ് കയറ്റുന്ന സമയത്ത് അച്ഛൻ ചോദിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, പീഡിയാട്രിഷ്യനാണോ അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക് സർജൻ്റെ ഡോക്ടറാണോ എന്നറിയില്ല, ഇതിലൊരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു, അതുകൊണ്ടാണ് ചെയ്തത്, പിന്നെ ഇതിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാണ്. നമ്മൾ ഈ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്തും ചെയ്യാന്നുള്ളൊരു ലൈസൻസ് പോലെ അല്ലല്ലോ ഒപ്പിട്ട് കൊടുക്കണത്. കാരണം ഏത് സാഹചര്യത്തിലായാലും ആൾക്കാർ, നമ്മൾ ആ സമയത്ത് പാനിക്കായ സ്വന്തം മക്കളെ കാര്യമായാലും ആരെ കാര്യം, കാരണം നമുക്കിത് ചെയ്യാതെ പറ്റില്ല. ഇവരെന്താ പറയുന്നത്, കാരണം ഇതിൻ്റെ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ നമുക്ക് ആർക്കും അറിയില്ല. കാരണം നമ്മളൊരു നോർമൽ സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാ മെഡിക്കൽ രീതികളും കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു, നമ്മൾ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു 11-12 മണിയാകുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. കാരണം ഒരു 11 മണിയാകുമ്പോഴാണ് കുട്ടി വീട്ടിൽ നിന്ന് വീണത്. അങ്ങനെ ഒരു വലിയൊരു വീഴ്ചയൊന്നുമല്ല, സാധാരണ കളിക്കുമ്പോൾ വീണ പോലെയാണ് പറ്റിയത്. അപ്പം താടിക്ക് ചെറിയൊരു മുറിവ്, അത് അത്ര ചോര എന്തായാലും വരുന്നുണ്ട്. ആ ചോര വരുന്നതിൻ്റെ ഒരു ഇതെന്നല്ലാതെ അത്ര വലിയൊരു മുറിവിലേക്ക് അത് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ മുറിവായിരുന്നു കാണാൻ മാത്രം. അപ്പോൾ അവിടുന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് അവർ ചെറിയൊരു സ്റ്റിച്ച് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഈ അടുത്ത് നമുക്കിവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പോലെ പറയാൻ വേണ്ടി ഉള്ളൊരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ എന്നുള്ളൊരു കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണം. അപ്പോൾ ഇവിടെ വന്ന ആ സമയത്ത് ഇവർ ചെക്ക് ചെയ്തു. ഇവർ ഫസ്റ്റ് തന്നെ ചെയ്തത് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തു, ആ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. അവരത് കൃത്യമായി നോക്കി അതിനെത്രയാണ് ഇനി ചിലവ് വരുന്നതെന്നുള്ളത് വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ അനസ്തേഷ്യയുടെ കാര്യങ്ങൾ തീരുമാനമാകുന്നത്. അവർ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇത്ര ചിലവാണ് ഇതിന് വരുന്നത്, അപ്പം അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇതിന് വന്ന് ചെയ്യാം എന്നുള്ള രീതിക്കാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ് പീഡിയാട്രീഷ്യൻ വന്നു, അനസ്തേഷ്യ ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള അപ്രൂവൽ കൊടുത്തു. അപ്പോൾ ഈ സമയത്ത് ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ 7 മാസത്തിൽ ജനിച്ച കുട്ടിയാണ്. ആ സമയത്ത് കുറച്ച് 10-40 ദിവസം ഞാൻ ഉണ്ടായതാണ് ഹോസ്പിറ്റലിൽ. 10-40 ദിവസത്തിൻ്റെ അടുത്ത് വെന്റിലേറ്ററിലെല്ലാം കിടന്ന് കുറച്ചൊന്ന് ഓക്കെ ആയി, റിക്കവറായി, എല്ലാം ഓക്കെ ആയി, ഇപ്പം ഒരു നോർമൽ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായ ഡീറ്റെയിൽസ് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവരോട് പറഞ്ഞ സമയത്ത് ഇവർ പറയണത് ഇത് നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം, അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്നാണ് പറയുന്നത്. കാരണം കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവർ പറയണത്. എന്തായാലും വീണ് കഴിഞ്ഞാൽ കൊച്ചു കരയും, കാരണം ആ ഒരു പെയിൻ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇവർക്കത് ആ ഒരു സമയത്ത് ഒരു നോർമൽ, അതായത് അനസ്തേഷ്യ ചെയ്യാതെ ഒരു നോർമൽ സ്റ്റിച്ചിങ്ങിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇവരോട് പറഞ്ഞു, ഇവർ അനസ്തേഷ്യ ചെയ്യാമെന്ന് പറഞ്ഞു. വേറെ ഒരു മെഡിക്കൽ ചെക്കപ്പോ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളോ കൊച്ചിൻ്റെ മുന്നേയുള്ള പ്രീവിയസ് ഹിസ്റ്ററിയും കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ അനസ്തേഷ്യ കൊടുക്കുന്നതിലേക്ക് വന്നു. ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒഴിവാക്കി, കാരണം അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ വയറ് ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഫുഡൊന്നും കൊടുത്തില്ല. അപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ 3 മണിക്കൂർ മാക്സിമം തോന്നുന്നു. കാരണം ഒരു 3:30 ആ സമയമാകുമ്പോൾ അനസ്തേഷ്യ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം അമ്മേരെ മടിയിൽ തന്നെയാണ് അത് കൊടുത്ത സമയത്ത് തന്നെ കാർഡിയാക് അറസ്റ്റ് വന്നു. അപ്പം തന്നെ ഇവരെടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോയി CPR കൊടുക്കാൻ വേണ്ടി നോക്കി. അതിൽ ഹാർട്ട് ബീറ്റ്സ് കിട്ടി. പക്ഷേ ആ ഒരു ടൈം കൊണ്ട് തന്നെ ബ്രെയിൻ ഡെത്ത് ആയി എന്നുള്ള രീതിക്കാണ് ഇവിടെ നിന്ന് തന്നെ ആൾക്കാർ പറഞ്ഞത്, ഇവിടെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ തന്നെ. അപ്പോൾ ആ സമയത്ത് ഇവർ സ്പോട്ടിൽ അപ്പം തന്നെ പിന്നെ കണ്ണൂരേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഇവർ പറഞ്ഞേക്കണത് എന്താ, കുട്ടി ഇവിടുന്ന് പോകുമ്പോൾ കൈ അനക്കി, അങ്ങനെയാണ് കണ്ണ് തുറന്നിട്ടുണ്ടായത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടില്ല. കാരണം അവിടുന്ന് കണ്ണൂരെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം അത്രപ്പോരെ സമയം ഇങ്ങനൊരു ബ്രെയിൻ ഡെത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനുള്ള സാഹചര്യം ഇല്ല. ഇവിടുന്ന് പോകുന്നത് തന്നെ വെന്റിലേറ്ററിലാണ് അങ്ങോട്ട് പോയതും, കണ്ണൂരേക്ക് പോയതും.